എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ. എല്ലാവരും അടിച്ചു പൊളിക്കുക. അപ്പൊ പെരുന്നാൾ സ്പെഷ്യൽ ആയിട്ടാണ് ഞാൻ ഇന്ന് മാംഗോ പുഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇതൊരു തായ് മാംഗോ പുഡിംഗ് ആണ്. അപ്പൊ തായ് മാംഗോ പുഡിംഗ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ സ്വന്തം നാളികേരപ്പാലാണ് ഒഴിച്ചിരിക്കുന്നതിൽ. അതാണ് അതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ്. അപ്പൊ തായ് ഫുഡിലൊക്കെ മെയിൻ ആയിട്ടുള്ള അവർ നാളികേരപ്പാൽ ഒഴിക്കാറുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് ഇങ്ങനെ ചെയ്ത് എങ്ങനെ ഉണ്ടായിരിക്കും നോക്കിയപ്പോൾ നന്നായിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ പശുവിൻ പാൽ ഉപയോഗിച്ചിട്ടും ചെയ്യാം. അപ്പൊ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒട്ടും വൈകാണ്ട് നമുക്ക് എങ്ങനെയാണ് തായ് മാംഗോ പുഡിംഗ് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം, പെരുന്നാൾ സ്പെഷ്യൽ ആയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മാംഗോ പുഡിംഗ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ 2 മാമ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് അൽഫോൺസ മാമ്പഴമാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് അൽഫോൺസ മാമ്പഴം ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നല്ല മധുരമുള്ള നല്ലൊരു മണമുള്ള മാമ്പഴം എന്ന് പറയില്ല നമ്മൾ, നല്ല രുചിയും മണവുമുള്ള മാമ്പഴമാണ് ഇതിന് ഏറ്റവും നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മാംഗോ എസൻസ് ഒഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ അൽഫോൺസ മാമ്പഴം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തായ്ലൻഡ് മാമ്പഴം കിട്ടും, പിന്നെ സിന്ദൂര, അങ്ങനെ കുറേ ടൈപ്പ്, കാസർ, അങ്ങനെ ഒരുപാട് ടൈപ്പ് മാമ്പഴം ഉണ്ട് ഇപ്പോൾ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അപ്പോൾ ഏറ്റവും നല്ല മാമ്പഴം നോക്കി വാങ്ങിക്കുക. അപ്പോൾ ഇതിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മൾ മാംഗോ അരച്ചതിന് ശേഷം അളന്ന് നോക്കുമ്പോൾ 1 ഗ്ലാസ് മാമ്പഴം അരച്ചതുണ്ടാവണം. അപ്പോൾ ഞാനിത് 2 മാമ്പഴം ആദ്യം ചെത്തിയിട്ട് അരച്ച് നോക്കട്ടെ, എന്നിട്ട് നമുക്കതിന് അളന്നെടുക്കാം. അപ്പോഴാണ് അളവ് കറക്റ്റ് ആവുള്ളൂ. കാരണം നമ്മൾ ജെലാറ്റിനാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മാമ്പഴം തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസായിട്ട് അങ്ങ് മുറിച്ചെടുക്കാം. ഒരു ജാർ എടുക്കുക. മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് മാമ്പഴം മുറിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ മാമ്പഴം അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് അങ്ങ് അരച്ചിട്ട് വരാം. അപ്പോൾ നമ്മുടെ മാമ്പഴം ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. 1 ഗ്ലാസ് ഞാൻ അളന്നിട്ടുണ്ട്. കറക്റ്റ് എനിക്ക് 1 ഗ്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. 2 മാമ്പഴം അരച്ച് വന്നപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാത്തത് കാരണം. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ജെലാറ്റിനാണ്. പ്ലെയിൻ ജെലാറ്റിൻ, അതായത് അൺഫ്ലേവേർഡ് ജെലാറ്റിൻ. പല ഫ്ലേവറിൽ ജെലാറ്റിൻ അവൈലബിൾ ആണ് അല്ലേ. സ്ട്രോബെറി, പൈനാപ്പിൾ, മാംഗോ, കിവി എന്നൊക്കെ പറഞ്ഞ് പല ടൈപ്പ് ജെലാറ്റിൻ ഉണ്ട്. പക്ഷേ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഫ്ലേവറും ഇല്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള ജെലാറ്റിൻ. അതുകൊണ്ടല്ലേ ക്ലിയർ ആൻഡ് അൺഫ്ലേവേർഡ് ജെലാറ്റിൻ എന്ന് പറഞ്ഞിട്ട് ഉള്ള ജെലാറ്റിൻ അവൈലബിൾ ആണ്. ഇപ്പോൾ ലുലുവിലൊക്കെ ഉണ്ട്. ഇത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഗർ അഗർ ഉപയോഗിക്കാം. അപ്പോൾ ജെലാറ്റിൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അഗർ അഗർ, അതായത് ചൈന ഗ്രാസ് ഉപയോഗിക്കാം. അപ്പോൾ ചൈന ഗ്രാസ് ആണെങ്കിലും സെയിം എമൗണ്ട് തന്നെ ഉപയോഗിച്ചാൽ മതി. പക്ഷേ ചൈന ഗ്രാസ് ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ചൈന ഗ്രാസ് ഇങ്ങനെ ലോങ് ആയിട്ടുള്ള സ്ട്രിപ്സ് ആയിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്. അത് കത്രിക വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് അങ്ങ് മുറിക്കുക. എന്നിട്ട് ഒട്ടും നനവില്ലാത്ത നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം നല്ല പൊടിയായിട്ട് അങ്ങ് പൊടിച്ചെടുക്കുക. അപ്പോൾ ജെലാറ്റിൻ പോലെ നൈസായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ അപ്പോഴാണ് നമുക്ക് കറക്റ്റ് അളവ് പറയാൻ പറ്റുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ അളന്നെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ 5 ഗ്രാം, അതാണ് അതിൻ്റെ അളവ് കേട്ടോ. 1/4 ഗ്ലാസ്സിനേക്കാളും കുറച്ച് കുറവ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നോർമൽ ടെമ്പറേച്ചർ വാട്ടർ കേട്ടോ. അതിലേക്ക് നമുക്ക് 2 സ്പൂൺ ജെലാറ്റിൻ പതുക്കെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒന്ന് കിടന്ന് ബ്ലൂം ആവാന്ന് പറയാം. ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം. ഒന്നിങ്ങനെ നന്നായിട്ടൊന്ന് ബ്ലൂമായിട്ട് വരുന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ 2 ടീസ്പൂണാണ് നമ്മൾ പറയാൻ പോകുന്ന ഇതിൻ്റെ കണക്ക് കേട്ടോ. അതൊരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് ഞാനിവിടെ 1 ഗ്ലാസ് നല്ല കട്ടി തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അതായത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 ഗ്ലാസ് നാളികേരം ചെരുകിയിൽ കൂടെ 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുത്തിരിക്കുന്ന നല്ല കട്ടി തേങ്ങാപ്പാലാണ്. അപ്പോൾ കട്ടി തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ഈ ഒരു പുഡിങ്ങിന് നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ തായ് പുഡിങ് ആയതുകൊണ്ടാണ് ഞാൻ തേങ്ങാപ്പാൽ എടുത്തിരിക്കുന്നത്. അതേസമയം നല്ല ടിൻഡായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് നിങ്ങൾക്ക് ഇതിന് ഉപയോഗിക്കാം. അതുപോലെ തന്നെ കോക്കനട്ട് മിൽക്ക് പൗഡർ ഉപയോഗിച്ചിട്ടും ഉപയോഗിക്കാം. പക്ഷേ നിങ്ങളുടെ അടുത്ത് ഇതൊന്നും അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോക്കനട്ടിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഫുൾ ക്രീം മിൽക്ക് എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ക്രീം എടുക്കാം, അല്ലെങ്കിൽ ഹാഫ് ക്രീമും ഹാഫ് മിൽക്ക് കൊടുക്കാം. അപ്പോൾ 1/2 ഗ്ലാസ് ക്രീം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം ആവാം, ഡബിൾ ക്രീം ആവാം, ഏത് ക്രീം ആണെങ്കിൽ എടുക്കാം. അതല്ലെങ്കിൽ മൊത്തത്തിൽ 1 ഗ്ലാസ് പാലെടുക്കാം. അതെന്താണെന്ന് വെച്ച് ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് തേങ്ങാപ്പാലെന്ന് മാത്രം. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാംഗോൻ്റെ പ്യൂരിയില്ലേ, 1 ഗ്ലാസ് മാംഗോൻ്റെ പ്യൂരി ഒരു സോസ് പാനിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യാൻ പോകണം. നിങ്ങൾക്ക് കുക്ക് ചെയ്തിട്ട് ഉണ്ടാക്കാം, കുക്ക് ചെയ്യാതെ ഉണ്ടാക്കാം. പക്ഷേ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് കുക്ക് ചെയ്തിട്ട് ഉണ്ടാക്കാനാണ്. മാംഗോയുടെ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാരയുടെ അളവ് നമുക്ക് അവസാനം തീരുമാനിക്കാം. ആദ്യം ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് നോക്കുക. എന്നിട്ട് പോരാൻ തോന്നുകയാണെങ്കിൽ പിന്നെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അവസാനം ആദ്യം ചേർക്കേണ്ട, അവസാനം പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ഹണി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഹണി ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഒരു നുള്ള് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്.
നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് തീ ഓൺ ചെയ്തിട്ടുണ്ട്. നന്നായിട്ടങ്ങ് മിക്സ് ആയിക്കോട്ടെ. അപ്പം ഞാനിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ കണ്ടല്ലേ, ഇത് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ചേർത്തിരിക്കുന്ന ജലാറ്റിൻ ഇതുപോലെ നല്ല ബ്ലൂമായിട്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് അല്പം നല്ല തിളപ്പിച്ച വെള്ളം, നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 1/4 ഗ്ലാസ്സിനേക്കാളും കുറവ് തന്നെ. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ജലാറ്റിൻ ഇതിൽ നന്നായി കിടന്ന് അലിയാൻ വേണ്ടിയിട്ടാണ് അതിന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈക്രോവേവ് ഓവനിൽ വെച്ചിട്ട് ഒരു 30 സെക്കൻഡ് ചൂടാക്കിയാലും മതി. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ചൂടുവെള്ളം, നല്ല തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ തന്നെ ജലാറ്റിൻ നല്ലതായിട്ട് അലിഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജലാറ്റിൻ്റെ ടെമ്പറേച്ചറും നമ്മൾ ഒഴിക്കാൻ പോകുന്ന മിശ്രിതത്തിൻ്റെ ടെമ്പറേച്ചറും സെയിം ആയിരിക്കണം. ഇപ്പോൾ ചൂടാണെന്നുണ്ടെങ്കിൽ രണ്ടും ചൂടായിരിക്കണം, തണുപ്പാണെന്നുണ്ടെങ്കിൽ രണ്ടും തണുപ്പായിരിക്കണം. ഞാനിപ്പോൾ ചൂടായിട്ടുള്ള നമ്മുടെ മാംഗോൻ്റെ മിക്സിലോട്ടാണ് ഒഴിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ജലാറ്റിനും ഇങ്ങനെ ചൂടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ജലാറ്റിൻ നന്നായിട്ട് അങ്ങ് അലിഞ്ഞിട്ടുണ്ട്. ഇതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ മാംഗോൻ്റെ മിക്സ് ഒരുപാട് അങ്ങ് തിളച്ചിതാവൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. നമ്മൾ കട്ടി തേങ്ങാപ്പാലാണ് ഒഴിക്കാൻ പോകണം. അതുകൊണ്ട് ഓവറായിട്ട് അങ്ങ് തിളപ്പിക്കാൻ പാടില്ല, കാരണം അതങ്ങ് പിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് മാംഗോ നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം മാത്രം തേങ്ങാപ്പാൽ ഒഴിക്കുന്നുള്ളൂ. പിന്നെ അതങ്ങ് അപ്പം തന്നെ ഓഫ് ചെയ്യുക. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പുഡിങ്ങാണ്. ഇപ്പോൾ ജലാറ്റിൻ, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ജലാറ്റിൻ അല്ലാന്നുണ്ടെങ്കിൽ അഗറാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചൂടുവെള്ളത്തിൽ ഒഴിച്ച് കഴിഞ്ഞാൽ മിക്സ് ആവുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു പാനിലോട്ട് ഒഴിച്ചതിന് ശേഷം അഗറഗർ നന്നായിട്ട് അങ്ങ് അവരെ കുക്ക് ചെയ്തിട്ട് എടുക്കണം. അല്ലെങ്കിൽ അഗറഗർ പെട്ടെന്ന് അലിഞ്ഞു പോകില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ജലാറ്റിൻ പെട്ടെന്ന് അലിയുന്ന ഒരു വസ്തുവാണ്. അതേസമയം അഗറഗർ, അതായത് ചൈന ഗ്രാസിന് അലിയാൻ കുറച്ച് സമയം വേണം. നമ്മുടെ മാങ്ങ നന്നായിട്ട് അങ്ങ് കുക്കായിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഇത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. മീഡിയം തീയിലിട്ടാൽ മതി. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ മാങ്ങയ്ക്ക് അധികം കളറില്ലാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ മാമ്പഴത്തിൻ്റെ ആ ഒരു നല്ലൊരു ഫ്ലേവർ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ മാംഗോൻ്റെ എസൻസ് ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനിപ്പോൾ ഇതിലേക്ക് കളറൊന്നും ചേർക്കുന്നില്ല, നാച്ചുറൽ കളർ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. നമുക്കിത് അരിച്ചെടുക്കണം, കാരണം ഇനി തിളച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങ് പിരിഞ്ഞു പോകും. ലൈറ്റായിട്ട് അങ്ങ് ചൂടായാൽ മാത്രം മതി, തിളപ്പിക്കാൻ പാടില്ല. ഇനി ഞാനിതിലോട്ട് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന ജലാറ്റിൻ ഒഴിച്ച് കൊടുക്കാൻ പോവാണ്. ജലാറ്റിൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിതിൻ്റെ മധുരം ഒന്ന് നോക്കട്ടെ കേട്ടോ. എനിക്ക് കുറച്ചും കൂടെ പഞ്ചസാര വേണം. മൊത്തത്തിൽ ഞാൻ 5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പുഡിങ്സൊക്കെ തണുത്ത് കഴിഞ്ഞാൽ കുറച്ച് മധുരം കുറയും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കുറച്ച് മധുരം മുന്നോട്ട് നിൽക്കണം, അപ്പോഴാണ് സെറ്റ് ആകുമ്പോൾ കറക്റ്റായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇപ്പോൾ 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പഞ്ചസാര ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് ഹണി ചേർത്ത് കൊടുക്കാം. അതെന്താണ് നിങ്ങൾക്ക് താല്പര്യം അതനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഞാനിത് എടുക്കുകയാണ്. ഒന്നും കൂടെ ഞാൻ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഇത് അരിച്ചെടുക്കാൻ പോവാണ്. ഇതിലെന്തെങ്കിലും നമ്മുടെ മാമ്പഴത്തിൻ്റെ നാരുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് പൊക്കോട്ടെ. അപ്പോൾ ഞാനിതങ്ങ് അരിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഞാനിവിടെ അരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 3 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ടാണ് ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത്. മാംഗോ പുഡിങ് നമുക്കിപ്പോൾ തിരിച്ച് കമത്തി വെച്ചിട്ട് മുറിക്കാറുണ്ട്, പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ഇതിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ പോകുന്നത്. നമുക്ക് തിരിച്ചൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വായ കുറവുള്ള ഗ്ലാസ്സുകളിൽ പറ്റില്ല, കാരണം നമുക്ക് കമത്തി എടുക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല ശരിക്കും പ്രോപ്പറായിട്ടുള്ള എല്ലാ ഭാഗവും ഒരേ വീതിയുള്ള പാത്രം തന്നെ ഉപയോഗിക്കണം. ഇത് ഞാനിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതാണ്, തിരിച്ച് വെക്കുന്നതല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ ഗ്ലാസ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു ഫണൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരുപാട് നിറയ്ക്കാൻ പാടില്ല. പുഡിങ്ങൊക്കെ ഒഴിക്കുമ്പോൾ എപ്പോഴും ചെറിയൊരു അളവിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ചെറിയ ഗ്ലാസ്സിലാണെങ്കിൽ 3/4 ഗ്ലാസ് അളവ്. ഓക്കെ, ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ 2 ഗ്ലാസ്സിൽ ഇതുപോലത്തെ ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം മാത്രം ഫ്രിഡ്ജിൽ വെക്കാൻ പാടുള്ളൂ. ചൂടായിരിക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ റൂം ടെമ്പറേച്ചറിലായിക്കോട്ടെ. ഞാൻ പിന്നെ ചെറിയ ഗ്ലാസ്സുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇനി നമുക്കിത് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിക്കാം. അപ്പോൾ സെറ്റായി കിട്ടും. ഫ്രീസറിലല്ല വെക്കേണ്ടത്, ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. അത് പ്രത്യേകിച്ച് ഓർക്കുക. അല്ലാതെ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഐസ് ക്രിസ്റ്റൽസ് ആണ് ഫോം ചെയ്യുക, ഒരിക്കലും പുഡിംഗ് റെഡി ആവില്ല. ഒരുപാട് പേരുടെ സംശയമാണ്, എപ്പോഴും എന്നോട് ചോദിക്കുന്നതാണ്. നമ്മൾ ഐസ്ക്രീമാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രീസറിൽ വെക്കേണ്ടത്, അല്ലാതെ പുഡിംഗ് ഒരിക്കലും ഫ്രീസറിൽ വെക്കാൻ പാടില്ല കേട്ടോ. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ക്ലിംഗ് റാപ്പ് കൊണ്ട് നന്നായിട്ട് ഇത് അടച്ചതിന് ശേഷം വെക്കാം. ഇപ്പോൾ ഞാൻ വെക്കുന്ന ഫ്രിഡ്ജിൽ വേറെ കറി ഐറ്റംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് മൂടുന്നില്ല, അല്ലാതെ തന്നെ ചുമ്മാ വെക്കാൻ പോവുകയാണ്. അപ്പോൾ കറിയൊക്കെ ഉള്ള ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് മൂടിയതിന് ശേഷം, അല്ലെങ്കിൽ ക്ലിംഗ് റാപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ അലുമിനിയം ഫോയിൽ വെച്ചിട്ടെങ്കിലും അറ്റ്ലീസ്റ്റ് മൂടിയിട്ട് അങ്ങ് വെക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ
ഈ കറികളും ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ലൊക്കെ നമ്മുടെ പുഡിങ്ങിലോട്ട് പെട്ടെന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ പറയുന്നത്, അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു 4 മുതൽ 5 മണിക്കൂറിനുള്ളിൽ സെറ്റ് ആവുമെന്ന് വിശ്വസിക്കാം. ഞാൻ പറയാം എത്ര സമയം എടുത്തു എന്നുള്ള കാര്യം. ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്ത് നോക്കാൻ പാടില്ല, അപ്പോൾ സെറ്റിംഗ് ആവുന്ന ടൈം മാറും. അതുകൊണ്ട് മിനിമം ഒരു 4 മുതൽ 5 മണിക്കൂർ വരെ നമുക്ക് വേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ മാംഗോ പുഡിംഗ് സെറ്റ് ആയിട്ടുണ്ട്. ഇതൊരു 4 മണിക്കൂറിനുള്ളിൽ തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒരു കപ്പ് മാത്രമേ എനിക്ക് ബാക്കി ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ പിള്ളേർ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. രണ്ടാമത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ടാമത് ഉണ്ടാക്കിയതാണ്. കാരണം എൻ്റെ കണ്ണ് തെറ്റിയപ്പോഴേക്കും അവരെല്ലാവരും കൂടെ ഫ്രണ്ട്സൊക്കെ വന്ന് ഫിനിഷ് ചെയ്തു. ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ചെറിയ തൊട്ട് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് മാമ്പഴം കട്ട് ചെയ്തതും കൂടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാവുന്ന ഒരു പർപ്പസിന് വേണ്ടിയിട്ട്. കട്ട് ചെയ്തിടുന്ന മാമ്പഴത്തിന് അല്പം പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. കാരണം അപ്പോൾ മധുരമുള്ള പുഡിങ്ങും അല്പം പുളിയുള്ള മാമ്പഴം കൂടി ആണെങ്കിൽ ഒരു നല്ല കോമ്പിനേഷൻ ആയിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ പുളിയുള്ള എന്ത് പഴം വേണമെങ്കിലും നിങ്ങൾക്ക് മേലെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തായ്ലൻഡിലൊക്കെ പോവുകയാണെങ്കിൽ ഇവരിതിൻ്റെ മേലെ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു തരും. അപ്പോൾ അങ്ങനെയും നമുക്ക് കഴിക്കാം. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ ഇപ്പോൾ മാംഗോവും കുറച്ച് ചിലപ്പോൾ ഞാൻ സ്ട്രോബെറിയും കൂടി ഇട്ട് കൊടുക്കും, അത് നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയുള്ള പരിപാടി. പിന്നെ ഇപ്പോൾ നാളികേരപ്പാൽ വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ സാധാരണ പശുവും പാൽ നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ ചെയ്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് പുഡിങ്സ്. ഞാനിപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടെക്സ്ചർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം. തൊട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കണം. അത് ഒരുപാട് ഹാർഡാവാൻ പാടില്ല, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഞാൻ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സ്ട്രോബെറിയും കൂടെ കൂട്ടിയിട്ട് ടേസ്റ്റ് ചെയ്യാൻ എനിക്കിഷ്ടം. കാരണം അതിൽ കൂടെ ചെറിയൊരു പുളിപ്പ് വരുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് വരിക. നിങ്ങൾക്ക് എങ്ങനെയാണ് താല്പര്യം അതനുസരിച്ച് ചെയ്തോളൂ കേട്ടോ. ഞാൻ കഴിക്കട്ടെ. കറക്റ്റ് മധുരമാണ്, അതുപോലെ തന്നെ ചെറിയൊരു പുളിയുണ്ട് സ്ട്രോബെറിയുടെ. കറക്റ്റ് ടെക്സ്ചർ ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. രാവിലെ ഉറക്കാണോ? പാവം കാറ്റാണ്, വികൃതിയില്ല. നമ്മുടെ സ്പിനീസിലത്തെ കാറ്റാണ് വികൃതി കിട്ടല്ലേ? എന്തോ കണ്ണോർക്കില്ല, കണ്ണടച്ചിട്ടിരിക്കില്ല എന്ന് പറഞ്ഞേ. ഒന്ന് കാണട്ടെ എന്ത് കണ്ണാണ്. കണ്ണോർക്കര ഭയങ്കര മടിയാ, ആത്തൂനെ പോലെയാ. ആത്തൂനെ കണ്ടിട്ടാണ്